ഇവിടെയൊക്കെ ബിക്കിനി കൊടുക്കലാണ് ഭയങ്കര വലിയൊരു സംഭവമായിട്ടുള്ളതൊക്കെ. ഈ ഒന്നാമത് ഈ പൊതുസ്ഥലങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങളുടെ ഫാൻറ്റസിയൊക്കെ ആയിരിക്കും, അതൊക്കെ ശരി. ഇപ്പോൾ ഇവിടെ മിക്കവാറും ഒരുവിധം ഗോവയിലെ മിക്ക മരങ്ങളുടെ ചോട്ടിൽ ഞാൻ മൂത്ര വെച്ചിട്ടൊക്കെ ഉണ്ട്. മരങ്ങളൊക്കെ കുഴപ്പമില്ലാതെ വളരുന്നൊക്കെ ഉണ്ട്, കരിച്ചൊന്നും പോയിട്ടില്ല. പുല്ല് പോലും മുളക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഒരു കമൻ്റൊക്കെ ചെയ്യും. അത് ഞാൻ എടുക്കില്ല, അതായത് കാര്യം അല്ല. ആക്ച്വലി ഇങ്ങനെ നമ്മുടെ ബീച്ചുകളിൽ ഇല്ലാത്ത ഒരു സംവിധാനം ഇവിടെ ഉണ്ട്, അത് വികസിക്കുന്നത്. അപ്പോൾ ബാക്കിലേക്ക് പോകാൻ കുറച്ച് ഇത് കുറവാണ്. അപ്പോൾ അത് ആ ഒരു ത്വര കൂട്ടാൻ വേണ്ടി, ബാക്കിലേക്ക് പോകാൻ വേണ്ടി. ഇപ്പോൾ കേരളത്തിലുള്ളവർക്കൊക്കെ 0 സൈസ് എന്ന് പറഞ്ഞാൽ വൻ പുച്ഛമാണ്. എങ്കിൽ പുറത്തുള്ളവർക്ക് എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ബോഡിയാണ്, നിങ്ങൾ അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊക്കെ ചോദിക്കും. എന്നോട് ചോദിക്കാറുണ്ട്, 2 കുട്ടികളെയൊക്കെ പ്രസവിച്ചിട്ട് നിങ്ങൾ വേറെ ഇങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അതെ രഹന, ഞാൻ രഹനയുടെ കൂടെ ഉള്ളപ്പോൾ എനിക്കിഷ്ടമുള്ള ഒരു രഹനയുടെ ബിക്കിനി എടുക്കാൻ പറ്റും. ചോദിച്ചാൽ രഹന തരും. അതുപോലെ രഹനയുടെ ബിക്കിനി ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഓരോന്നൊക്കെ ഓർക്കും കൊടുത്തൂടെ? ഞാൻ കൊടുക്കാറുണ്ടല്ലോ, ഞാൻ എല്ലാവർക്കും കൊടുക്കാറുണ്ട്. എന്നോട് ചോദിക്കുന്ന എല്ലാവർക്കും ഞാൻ ബിക്കിനി കൊടുക്കാറുണ്ട്. എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാ മനുഷ്യർക്കും കൊടുക്കാറുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയോ? #രഹന ഫാത്തിമ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ കമൻറ്റ് ഇടുന്ന ആരാന്ന് ഞാൻ നോക്കും. #രഹന ഫാത്തിമ എന്നുള്ളത് ഞാൻ ഇങ്ങനെ ഇങ്ങനെ എണ്ണിയിട്ട് ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്ത മനുഷ്യർക്ക് നിങ്ങൾക്കിഷ്ടമുള്ള ഞാനിട്ട ഒരു ബിക്കിനി അത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് അല്ലെങ്കിൽ നേരിട്ട് കൊണ്ടുവന്ന് ഞാൻ തരും. ഇത്രയും പോരെ, ഇത്രയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അങ്ങനെ പറയുമ്പോഴേ എന്നാ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്? അതായത് നമുക്കൊരു കാര്യം ചെയ്യാം, നവംബർ 1 കേരളപ്പിറവി. എന്തായാലും കേരളപ്പിറവിയായിട്ട് അന്ന് ആളെ തീരുമാനിച്ച് നമുക്ക് നേരിട്ട് കൊടുത്തേക്കാം. കാരണം ഇപ്പം ഗോവയിലായതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്, എന്താ പറയുക, ബിക്കിനി തന്നെ കൊടുത്ത് നമുക്ക് ഒരു നല്ല ഇവിടെയൊക്കെ ബിക്കിനി കൊടുക്കലാണ് ഭയങ്കര വലിയൊരു സംഭവമായിട്ടുള്ളത്. കേരളത്തിൻ്റെ ട്രഡീഷൻ നമുക്ക് തൽക്കാലം നൈസായിട്ടൊന്ന് പൊളിക്കാം. അതുണ്ടോ കോണ്ടം ഈ ഒന്നാമത് ഈ പൊതുസ്ഥലങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങളുടെ ഫാൻറ്റസിയൊക്കെ ആയിരിക്കും, അതൊക്കെ ശരി, അതൊക്കെ ഓക്കെ. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈ വക സാധനങ്ങൾ ഇവിടെ ഇട്ടിട്ട് പോകരുത്. കോണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടീസ്, പ്ലാസ്റ്റിക് വേസ്റ്റുകൾ, അത് അങ്ങനെ ഉള്ള ഒരു സാധനങ്ങളും നമ്മൾ അവിടെ ഇവിടെ ഇട്ടിട്ട് പോകരുത്. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഫാൻറ്റസിയൊക്കെ അടിപൊളിയായിട്ടൊക്കെ എൻജോയ് ചെയ്തു, അത് വേറെ കാര്യം. രേന, ഈ ഞാനൊക്കെ ബിക്കിനി ഇടുമ്പോഴേ ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്നത് വയറിനെ കുറിച്ചായിരിക്കും. അതായത് ഗർഭിണിയാണോ, വയറിട്ടത് കൊണ്ട് ബിക്കിനി, വയറുള്ളത് കൊണ്ട് ബിക്കിനി ഇടുന്നത് കൊള്ളൂല, അങ്ങനെയുള്ള കമൻറ്റുകളാണ് വരുന്നത്. അപ്പോൾ എനിക്ക് തന്നെ ഒരു മനസ്സിലൊരിതാണ്, അത് കൊള്ളൂലേ, അങ്ങനൊരു ഡൗട്ട് വരും. പിന്നെ അത് രണ്ടും കൽപ്പിച്ച് എൻ്റെ ഇഷ്ടമാണ് ഇതിടാൻ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇടുകയാണ്. അതിനെക്കുറിച്ച് എനിക്ക് വയറില്ലല്ലോ, അതുകൊണ്ട് ആര് പറഞ്ഞു? എനിക്ക് ഉണ്ണിക്കുമ്പ അവിടെ അതല്ല നമ്മുടെ വിഷയം ഇവിടെ. അതായത് ബിക്കിനിയിൽ പല ടൈപ്പുണ്ട്. അപ്പോൾ വയറ് നമുക്കത് പ്രശ്നമില്ല എന്നാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് നമ്മൾ മൈൻഡാക്കണ്ട, അത് ഫസ്റ്റ് കാര്യം. ഇനി അല്ല, കാണുമ്പോൾ ഭംഗിക്കണം വയറങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടരുന്നൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ്, അല്ലെങ്കിൽ വൺ പീസ് പോലത്തെ ബിക്കിനിയൊക്കെ ഉണ്ട്, അതിൻ്റെയും ബിക്കിനി തന്നെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ കുറച്ചും കൂടെ വയറ് ഒരു ഹൈഡ് ചെയ്തിരിക്കുന്ന പോലത്തെ ഇടാം. അപ്പോൾ ആ കമൻസൊക്കെ അങ്ങനെ നമുക്ക് ഒഴിവാക്കാം. പിന്നെ മെയിനായിട്ട് വിചാരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ഈ മറ്റേ 0 സൈസുള്ള ആൾക്കാരൊന്നുമല്ല. നമ്മൾ പല ടൈപ്പ് ഓഫ് ജോലി ചെയ്യുന്ന ശരീരപ്രകൃതിയുള്ള മനുഷ്യരൊക്കെ ആയതുകൊണ്ട് നമുക്കങ്ങനെ വയറൊക്കെ ഉണ്ടാവും. അതിനൊക്കെ നമ്മൾ ഓരോ ഡ്രസ്സിങ് കൊണ്ട് കമൻറ്റ് മേടിച്ചിട്ട് ആരും കമൻ്റ് ഒന്നും മേടിക്കാനൊന്നും വേണ്ട. അങ്ങനെ എന്തൊക്കെ ചെയ്താലും ഇപ്പോൾ എന്നെ ഉണങ്ങിയിരുന്ന് കഴിഞ്ഞാൽ പറയാം, അയ്യോ ഉണങ്ങിയിരിക്കുന്നതെന്ന് പറയും. 0 സൈസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കേരളത്തിലുള്ളവർക്കൊക്കെ 0 സൈസ് എന്ന് പറഞ്ഞാൽ വൻ പുച്ഛമാണ്. എങ്കിൽ പുറത്തുള്ളവർക്ക് എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ബോഡിയാണ്, നിങ്ങൾ അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊക്കെ ചോദിക്കും. എന്നോട് ചോദിക്കാറുണ്ട്, 2 കുട്ടികളെയൊക്കെ പ്രസവിച്ചിട്ട് നിങ്ങൾ വേറെ ഇങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ എന്ത് പറയാൻ, അതങ്ങനെയാണ്. പൊതുവെ സ്ത്രീകൾക്ക് ഈ പ്രസവത്തിന് ശേഷം ആണ് ഈ പറഞ്ഞ പോലെ വയറ് ചാടുക എന്നുള്ള ഇഷ്യൂ കുറേ ആയിട്ട് കണ്ടുവരുന്നത്. പിന്നെ ഇപ്പോൾ അല്ലാതെയും ഉണ്ട്. കാരണം ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഇതുമായിട്ടും പിന്നെ PCOD, തൈറോയ്ഡ്, അങ്ങനെ ഇഷ്യൂ കാരണം ബോഡിയിലുള്ള ഇഷ്യൂസ് വേറെ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. എന്നാലും നേരത്തെ ഒരു ഇത് വെച്ചിട്ട് ഈ പ്രഗ്നൻസിയുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20-25 വയസ്സിന് മുന്നേയൊക്കെ പ്രസവം ഒക്കെ കഴിയുന്നതാണെന്നുണ്ടെങ്കിൽ അവരുടെ ബോഡിയിൽ ഓൾറെഡി ഒരു ഇലാസ്റ്റിറ്റി ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കറക്റ്റായിട്ട് ഈ എന്താ പറയുക, വലുതായ വയറ് ചുരുങ്ങാനുള്ളത് സ്വാഭാവികമായി ഉള്ളതുകൊണ്ട് ആ പ്രക്രിയ അങ്ങനെ തന്നെ നടക്കും. പിന്നെ അവരുടെ ജീവിതശൈലി എങ്ങനെയാണോ അത് വെച്ചും കൂടെ അത് നോർമൽ ആയിക്കോളും.
ഒരു 30-35 വയസ്സായി ആ ടൈം ആകുമ്പോഴാണുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി കുറച്ച് വയറുള്ളവരാണെന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി ആ ടൈം കഴിയുമ്പോഴത്തേക്കും ഇത് വയറ് ചുരുങ്ങാനുള്ള ഒരു സാധ്യത കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ടാണ് മെയിനായിട്ട് ആ ഒരു വയറ് ചാടുന്നൊരു ഇഷ്യൂ വരുന്നത്. അപ്പോൾ അതിന് വർക്കൗട്ട് ചെയ്യാന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി തനിയെ ചുരുങ്ങാനുള്ള പ്രവണത ഇല്ലാത്തൊരവസ്ഥയിലാണ് നമ്മൾ പ്രഗ്നൻ്റ് ആവുന്നത്, അത് വികസിക്കുന്നത്. അപ്പോൾ ബാക്കിലേക്ക് പോകാൻ കുറച്ച് ഇത് കുറവാണ്. അപ്പോൾ അത് ആ ഒരു ത്വര കൂട്ടാൻ വേണ്ടി ബാക്കിലേക്ക് പോകാൻ വേണ്ടി അത് ഇത് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വർക്കൗട്ട് എന്നുള്ളൊരു സാധനം എടുക്കേണ്ടി വരിക. പിന്നെ അവരുടെ ഡേ ടു ലൈഫിലുള്ള അവരുടെ ജോലികളുണ്ടല്ലോ, അപ്പോൾ അതും അവരെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്തും ചെയ്യാൻ മെഷീനായതുകൊണ്ടുള്ള ഇഷ്യൂസ് വേറെ ഉണ്ട്, അത് നമുക്ക് വേറെ ഡിസ്കസ് ചെയ്യാം. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ എൻ്റെ ഒരു ശരീരപ്രകൃതി അങ്ങനത്തെയാണ്, അധികം തടിക്കാത്തൊരു ടൈപ്പ് ആണ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പ്രസവമൊക്കെ ഏകദേശം 25 വയസ്സിന് മുന്നേ കഴിഞ്ഞുകൊണ്ട് ആ ഒരു ഇഷ്യൂസ് ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ വർക്കൗട്ട് ചെയ്യാറുണ്ട്, അങ്ങനെ കണ്ടിന്യൂസ് എല്ലാ സമയത്തും ഒരേപോലെ ചെയ്യുന്ന ആളല്ല, പക്ഷെ ചില സമയത്ത് നല്ല രീതിയിൽ ചെയ്യും. പിന്നെ ആ ഒരു ഇത് വെച്ചിട്ട് കുറേ നാൾ വലിയ കുഴപ്പമില്ലാതെ പോകും. പിന്നെ ഇടയ്ക്ക് എനിക്ക് തന്നെ തോന്നും എൻ്റെ ബോഡി കുറച്ച് ഒന്ന് സെറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെ തോന്നുമ്പോൾ ഞാൻ പോയിട്ട് ഇത് പറഞ്ഞാൽ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യും. അപ്പോൾ അതും കൂടെ ഉണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ തന്നെ അത്യാവശ്യം എല്ലാ പണിയും ഞാൻ നന്നായിട്ട് ചെയ്യും. തറ തുടക്കലാണ് തൊട്ട് എല്ലാ പരിപാടിയും ഞാൻ ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. മുറ്റടിക്കുക, തറ തുടയ്ക്കുക, പിന്നെ ചെടികൾ, അങ്ങനെ ഓരോ കുറേ പരിപാടികളുണ്ട്, കുറേ പണികളുണ്ടല്ലോ, നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി ബോഡിക്കുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളുടെ കുറേ വർക്കുകൾ നമ്മുടെ ബോഡീനെ പല രീതിയിൽ വർക്കൗട്ട് എന്നുള്ള എഫക്റ്റ് കിട്ടുന്നുണ്ട്. അതൊക്കെ കാരണമാണ് ഇങ്ങനെ ഇരിക്കുന്നത്. എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാലുള്ള ആൻസർ അതാണ്. പലരും എന്നോട് ചോദിക്കാറുണ്ട്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒത്തിരി ദൂരമാണല്ലോ ഇത്, ഇവിടെ വന്നു കഴിയുമ്പോൾ മുള്ള മുട്ടിയാൽ എന്ത് ചെയ്യും? എനിക്കാണെന്നുണ്ടെങ്കിൽ ആ കാലിൽ വെള്ളം കൊണ്ടു കഴിഞ്ഞാൽ അപ്പം മൂത്രമൊഴിക്കാൻ മുട്ടും. ബീച്ചിൽ മൂത്രമൊഴിക്കുന്നത് മോശമല്ലെന്ന് വെച്ചിട്ട് ഞാൻ മൂത്രമൊഴിക്കാറില്ല പൊതുവെ അവിടെ. പകരം ഞാനിവിടെ സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ വന്നിട്ട് മൂത്രമൊഴിക്കാം. ഇപ്പോൾ ഇവിടെ മിക്കവാറും ഒരുവിധം ഗോവയിലെ മിക്ക മരങ്ങളുടെ ചോട്ടിൽ ഞാൻ മൂത്രമൊഴിച്ചിട്ടൊക്കെ ഉണ്ട്. മരങ്ങളൊക്കെ കുഴപ്പമില്ലാതെ വളരുന്നൊക്കെ ഉണ്ട്, കരിച്ചൊന്നും പോയിട്ടില്ല. പുല്ല് പോലും മുളക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഒരു കമൻറ്റൊക്കെ ചെയ്യും. അത് ഞാൻ എടുക്കില്ല, വേറെ കാര്യം അല്ല. ആക്ച്വലി ഇങ്ങനെ നമ്മുടെ ബീച്ചുകളിൽ ഇല്ലാത്ത ഒരു സംവിധാനം ഇവിടെ ഉണ്ട്. ഇവിടെ എന്താ ഇങ്ങനെ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഷവർ ചെയ്യാനുള്ള സൗകര്യം വരെ ഉണ്ട്. കാരണം ഷവർ ചെയ്തിട്ട് ബീച്ചിൽ നിന്ന് തിരിച്ച് കയറി വരുമ്പോൾ സ്വാഭാവികമായിട്ട് കൈയും കാലിലൊക്കെ മണ്ണാവുമല്ലോ. അപ്പോൾ ഷവർ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇവിടെ ഗോവയിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലാണ് അതൊന്നും ഇല്ലാത്തത്. അപ്പോൾ അങ്ങനെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അത് പറയാനാണ് ഉദ്ദേശിച്ചത്, അല്ലാതെ മരത്തിൻ്റെ മുന്നിൽ മൂത്രമൊഴിക്കുന്നതല്ല.